കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എൻ യേശു. നന്ദി കർത്താവേ, നിങ്ങളുടെ വചനം സാക്ഷാത്കൃതമാകണമേ. ഈ തലമുറയിലെ ബന്ധനം അടിക്കണമേ. ഇങ്ങനെ ശക്തമായ ഇടപെടൽ ഇപ്പോൾ പ്രപഞ്ചം കൊണ്ട് വ്യാപിക്കട്ടെ. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴങ്ങളിൽ ആനന്ദം നീക്ക്. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴങ്ങളിൽ ആനന്ദം നീക്ക്. ചൂരൽ ചെടിയിൻ കീഴിലോ ഒത്തിരി സ്നേഹത്തോടുകൂടെ ശ്വാസത്തിന്റെ 7ാം ദിവസത്തില് 2ാം സെഷനിലേക്ക് നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കാം. ദൈവത്തിന്റെ അഭിഷേകം നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി ആഗ്രഹിക്കാം. ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ, നന്ദി പറയുന്നു. കൊതിയോടെ സ്വപ്നങ്ങൾ കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും, ഞങ്ങളുടെ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകും തമ്പുരാനെ. ഞങ്ങളുടെ കുട്ടികള് പ്രവചിക്കും തമ്പുരാനെ. അതൊക്കെ ഞങ്ങൾ കാണുന്ന ദിവസങ്ങളിലേക്ക് ഞങ്ങളുടെ കൂടുതലായിട്ട് ഞങ്ങളുടെ മിഴി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 100 ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും, മഹത്തായ കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾക്കുണ്ടാകുന്ന ആത്മീയ വളർച്ചയെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന വളർച്ചയെ ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിത്വ വികാസത്തിൽ ഉണ്ടാകുന്ന വളർച്ചയോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഞങ്ങൾ കൂടുതൽ ആഴപ്പെടുന്നതിനോട് നന്ദി പറയുന്നു തമ്പുരാനെ. ഏറ്റവും അധികം ഞങ്ങൾ ആഗ്രഹിക്കുന്ന, കൊതിയോടെ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവുള്ള ബന്ധത്തില്, പരിശുദ്ധാത്മാവായിട്ടുള്ള ഒരു പുതിയ ബന്ധം, ഒരു പുതിയ സ്നേഹം, പുതിയൊരു ഉണർവ്, പുതിയൊരു ഉന്മേഷം ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു അടിമുടി മാറ്റപ്പെട്ട ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാധിക്കുന്നവരെല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് തമ്പുരാന്റെ തിരുസന്നിധിയിലായിരിക്കാനായിട്ട്, ഒരു പ്ലാറ്റ്ഫോമിനെ അനുഗ്രഹിക്കാനായിട്ട്, നിങ്ങളുടെ പുഞ്ചിരി കൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ഈ ഒരു പ്ലാറ്റ്ഫോം അനേകരിനി കടന്നു വരുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് രൂപാന്തരപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, ഇപ്പോൾ തന്നെ അങ്ങയുടെ അഭിഷേകത്തിന് വചനം ഈശോയെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകത്തിന് വചനം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങളും കെട്ടുകളും വഴിയായിട്ട് തമ്പുരാനെ ഒരു പുതിയ അഭിഷേകത്തിന്റെ, ഒരു ഉണർവിന്റെ, ഉന്മേഷത്തിന്റെ ആഗ്രഹത്തോടെ തമ്പുരാനെ നിന്നെ ശുശ്രൂഷിക്കാൻ കഴിയുന്ന ഒരു അഭിഷേകത്തിന്റെ ആത്മാവ് ഞങ്ങളിലേക്ക് പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകം എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ വിട്ടുമാറട്ടെ, സൗഖ്യം ഉണ്ടാവട്ടെ, ആന്തരികമായ സൗന്ദര്യം ഉണ്ടാവട്ടെ. തമ്പുരാനെ ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് സർവ്വപ്രധാനം. പഴയതെല്ലാം കടന്നു, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഈശോയെ, നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു തിരിച്ചറിവ്, ബോധ്യം ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ അനുഗ്രഹിക്കണമേ, ഈശോയെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, താങ്ക് യു ജീസസ്. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും,
ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീക്ഷണമേ വീണ്ടും. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് തിരുജലത്താൽ നമ്മൾ തന്നെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കുരിശ് വരയ്ക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യെസ്, ഇന്ന് രാവിലെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറയാനായിട്ട് സാധിക്കുന്ന ആരാണുള്ളത്? നമ്മൾ ബ്ലൂ പ്രിന്റിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഷോർട്ടായിട്ടൊന്ന് പറയാവോ? ജോസേട്ടാ പറയാമോ? ഞാൻ രാവിലെ പങ്കെടുത്തില്ല. സോറി. വിൽസൺ ചേട്ടൻ ഉണ്ടായിരുന്നോ? ഇല്ല സാർ, ഞാൻ പങ്കെടുത്തില്ല. ഞാൻ ഒരു ടൈമിലേ പറ്റുള്ളൂ. ഒരു ടൈമിലേ പറ്റുള്ളൂ. ഓക്കെ. ഞങ്ങൾ അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് ഈ സമയത്ത് എടുക്കുള്ളൂ. ഡോൾഫി? അച്ഛനും പറയാം. എല്ലാവരും റെഡി ആയിരിക്കണം കേട്ടോ. ആരോട് വേണമെങ്കിലും ചോദിക്കാം, നേരത്തെ പറയാത്തത് കൊണ്ട് എല്ലാവരും അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. എല്ലാരും പോവാണോ? സമയങ്ങളല്ലേ, വേഗം പറ. ഇന്നത്തെ ചിന്ത പറഞ്ഞ് ചാർട്ട് തയ്യാറാക്കണം. ഞാൻ എന്താകുന്നു എന്ന് ആഗ്രഹിക്കാനുള്ളത് നമ്മൾ എഴുതി വെച്ച് കറക്റ്റ് ആയിട്ട് നമ്മളത് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു ഓക്കെ, ഞാനിപ്പോ ഒരു 5 വർഷത്തിൽ എന്തായി തീരും എന്നുള്ളത് നമ്മള് കണക്ക് കൂട്ടി എഴുതണം. ഇപ്പൊ എനിക്കൊരു ഡോക്ടർ ആവാനാണെങ്കിൽ ഡോക്ടർ ഡോൾഫി മരിയാന്ന് തന്നെ അതിൽ എഴുതി വെച്ച് നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ആവണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു 10 വർഷത്തിൽ അല്ല 20 വർഷത്തിൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചരമക്കോളം എങ്ങനെ ഉണ്ടാവണം, അതില് എന്തൊക്കെയാണ് നമ്മൾ എഴുതി തീർക്കുക. ഇപ്പൊ ഒരു 200 പേജ് എഴുതി ഒരു കവി അങ്ങനത്തെ ഒരു രീതിയിലാകാം, അല്ലെങ്കിൽ എന്താ ഒരു എൻവയോൺമെന്റിന് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ എന്ന രീതിയിൽ നമ്മളുടെ പേരിന്റെ ചരമക്കോളത്തിനടി വരുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ധീര വനിത, ഡോക്ടർ ഡോൾഫി മരിയ, ഈ പാവങ്ങൾക്ക് വേണ്ടി പാവങ്ങളുടെ ഡോക്ടർ, അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾക്ക് വേണ്ടി തന്നെ എഴുതി വെക്കുക എന്ന് പറഞ്ഞു. പിന്നെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുകയും ബാക്കിയുള്ളവരോട് സംസാരിക്കാനും സാധിക്കും എന്ന് പറഞ്ഞു. ഇത് തന്നെയാ പറഞ്ഞത്. അച്ഛന്റെ മൈക്ക് മ്യൂട്ട്. അച്ഛൻ ഇത്രയും ദിവസങ്ങളിൽ ഞാൻ ഈ വിഷൻ ബോർഡ് വർക്ക്ഷോപ്പ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഈ വിഷൻ ബോർഡ് വർക്ക്ഷോപ്പ്? ഇപ്പൊ ഞങ്ങളൊരു 4 വർഷം മുമ്പ് ചെയ്തൊരു വിഷൻ ബോർഡാണ്. ഇതാണ് ഞാൻ അന്ന് ചെയ്ത വിഷൻ ബോർഡ്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഞാനിതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഇടാം. ഇതിന്റെ ഒരു സ്ട്രക്ചറിങ് എന്ന് പറയുന്നത്, ഇത് ഞാൻ ST ഇവിടെ ഒരു ഗോൾ ഒക്കെ ഉണ്ട്, ST ജോജോ MT വളരെ സന്തോഷവാനായിരിക്കണം എന്നൊക്കെയുള്ള ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു സംഭവമാണ്. എവറി ഡേ ഇൻ എവറി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഈ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിൽ, അതാണ് ഇപ്പൊ പുതിയതായിട്ട് അഡീഷൻ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് സെൻട്രലായിട്ട് ഏകദേശം ഇങ്ങനെ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ചാർട്ടിന്റെ നമ്മുടെ പേര് എഴുതി വെക്കണം. ഇവിടെ ഞാൻ റൈറ്റർ, പ്രീച്ചർ, ടീച്ചർ, ട്രെയിനർ എന്നും കൂടി ഉള്ള ഒരു സാധനമാണ് പിന്നീട് ഞാൻ ആഡ് ചെയ്തത് NLP കൂടി പഠിച്ചു കഴിഞ്ഞപ്പോൾ. ഇതിനകത്ത് എന്നെ തന്നെ ഞാൻ
സ്പിരിച്വൽ സയന്റിസ്റ്റ് എന്നാണ് എഴുതിച്ചിരിക്കുന്നത്. ലൈഫ് കോച്ച് ഫോർ 400 കമ്പനീസ്. അപ്പോൾ ഈ ഒരു സൈഡിൽ വരുന്നത്, ഇതിന്റെ ഈ റൈറ്റ് വശത്ത് വരുന്ന കാര്യങ്ങളെല്ലാം ഷോർട്ട് ടേം ഗോൾസ് ആണ്. ഇതിന്റെ അടിഭാഗത്തോട്ട് വരുന്നത്, ഈ ഭാഗത്തോട്ട് വരുന്ന മിഡ് ടൈം ഗോൾസ് ആണ്. ഇവിടോട്ട് വരുന്നത് ലോങ് ടൈം ഗോൾസ് ആണ്. ഇത് ലൈഫ് ടൈം ഗോൾസ് ആണ്. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ വരുന്നത് ലൈഫ് ടൈം ഗോൾസ് ആണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന 21 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പൊ ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇതിന്റെ ചില വീഡിയോസ് ഒക്കെ ഇന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ദിവസങ്ങളിലല്ല ഇന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. ഫെനീനെ എടുത്തുണ്ടെങ്കിൽ ഫെനീനെ ഇട്ട് തരും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇട്ട് തരുന്നതാണ്. ഓക്കെ, സോ ഇന്നലെ നമ്മൾ കണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ നമ്മൾ കണ്ട ചിന്ത എന്ന് പറയുന്നത് ബ്ലൂ പ്രിന്റ്സിനെ കുറിച്ചാണ്. ബ്ലൂ പ്രിന്റ്സിൽ 1-2 പോയിന്റ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് പറയാനുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ്. ബ്ലൂ പ്രിന്റ്സിൽ ഒന്നാമത്തെ ഒരു ആത്മീയമായ ഒരു വിഷൻ ബോർഡില് ബ്ലൂ പ്രിന്റ്സിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ ഒരു വിഷൻ ബോർഡ് അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. അത് നമ്മുടെ നാശത്തിനല്ല, നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമുക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ പദ്ധതി ദൈവത്തിന്റെ കയ്യിൽ നമ്മളെ കുറിച്ചുള്ള ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. എല്ലാവർക്കും അത് മനസ്സിലായോ? ദൈവത്തിന്റെ കയ്യിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, ഈ നിമിഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ആഴ്ച നമ്മൾ എന്ത് ചെയ്യണം, ഈ ദിവസം എന്ത് ചെയ്യണം, ഈ മാസം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ എല്ലാം ഭയങ്കര ചൂടാ പറ്റുന്നില്ല ഉള്ള ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. അപ്പൊ ആ ബ്ലൂ പ്രിന്റ് ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ ഒരു ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ കാർബൺ കോപ്പി പിശാചിന്റെ കയ്യിലുണ്ട്, നമ്മുടെ ശത്രുവിന്റെ കയ്യിലുണ്ട്. ഇതാണ് ഇതിനകത്ത് ഒരു വലിയ ഒരു ഡേഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ശ്വാസം തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങളുടെ കോർ ടീം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ 100 ദിവസത്തേക്ക് പിശാചിന് ഇതിനകത്ത് എൻട്രി ഇല്ലാത്ത വിധത്തിൽ ഞങ്ങൾക്ക് സംരക്ഷണം തരണം എന്നാണ് പിതാവായ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ അറിയാൻ പാടില്ല. നമ്മൾ ഉറക്കെ പറഞ്ഞാലും നമ്മൾ എത്ര ഇതിനെപ്പറ്റി ചർച്ച ചെയ്താലും അവനത് കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ, മക്കൾ ചോദിച്ചാൽ അപ്പം തരാതിരിക്കില്ല എന്നുള്ളത് ആ വാഗ്ദാനത്തെ വിശ്വസിച്ചുകൊണ്ടാണ് എനിക്ക് നിലയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചിട്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കപ്പെടാതിരിക്കാൻ വേണ്ടി അപ്പോ ദൈവത്തിന്റെ പദ്ധതികൾ നമ്മളിൽ നടപ്പിലാക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ പണിയെടുക്കും. ദൈവത്തിന് ഡോൾഫിയെ കുറിച്ച് ഉള്ള ഒരു ചിന്ത, ഡോൾഫി ഒരു ഡോക്ടറൊക്കെ ആയി ഒരുപാട് മനുഷ്യരെ ഒരു ശുശ്രൂഷിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു സോഷ്യൽ വർക്കറോ അല്ലെങ്കിൽ ഒരു കൗൺസിലറോ ഒക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് ആശ്വാസമാകണം എന്നുള്ള ഒരു സ്വപ്നമാണ് ദൈവത്തിനുള്ളത്. ഡോൾഫി അത് പാതി വഴിയിൽ ഒരു കയർത്തുമ്പിലോ ഒരു ബ്ലേഡിന്റെ മുനയിലോ അവസാനിപ്പിച്ചാൽ അവന് സന്തോഷമായി. കാരണം എന്താ? ദൈവത്തിന്റെ ഒരു പരിപാടി അവൻ പൂട്ടി. മനസ്സിലായോ? ഇതാണ് അവൻ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ കുറിച്ചുള്ള പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ, അത് ചെറിയൊരു കാര്യമാണെങ്കിൽ തരും. നമ്മളൊരു ലൈറ്റ് ഓഫ് ആക്കാതെ പോകുന്ന ഒരു കാര്യം വരെ അതാ പറയണേ. അത് നമ്മൾ ചെയ്തില്ല വേറെ ആരും ചെയ്യില്ല. അത് ചെയ്യിക്കാതിരിക്കാൻ അവൻ പരിശ്രമിക്കും. മടി അല്ല, അതവിടെ കത്തട്ടെ, എന്താ പ്രശ്നം? ടാപ്പിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പൊക്കോട്ടെ. പക്ഷെ പരിശുദ്ധാത്മാവും നമ്മൾ എന്ത് ചെയ്യിക്കും? അത് ചെയ്യാൻ പറയും. ടാപ്പ് ഓഫ് ആക്ക്, കിടക്ക വിരിച്ചിട്ടിട്ട് പോ, റൂം ക്ലീൻ ആക്ക്, അല്ലെങ്കിൽ ഇത് നന്നാക്ക്. പരിശുദ്ധാത്മാവ് എപ്പോഴും ഓർഡർ ആക്കുക ചെയ്യുക, ഓർഡർ ആക്കും. ആരാണ് ഡിസോർഡർ ആക്കുക? ആരാണ്? പരിശുദ്ധാത്മാവ് എപ്പോഴും ക്ലീൻ ചെയ്യും. ക്ലെൻലിനെസ് ഇസ് നിയർ ടു ഗോഡ്ലിനെസ്. ക്ലെൻലിനെസ് ഇല്ലാതെ നമ്മൾ ഡേർട്ടിയിലും ഇതിലും കിടക്കുന്നത് ആരാണ് ഇഷ്ടപ്പെടുന്നത്? പിശാചാണ്. നമ്മളില് വൃത്തി ഇല്ലാതിരിക്കുക, നമുക്ക് രോഗം വരിക, നമ്മൾ ആരോഗ്യത്തോടെ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ്. അപ്പൊ നമുക്ക് ആരോഗ്യം ഇല്ലാതിരിക്കണം, നമ്മൾ ഡൗൺ ആവണം. ഇത് അങ്ങനെയുള്ള നമ്മുടെ ഈ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വലിക്കുന്ന ആരായിരിക്കും? നമ്മുടെ എല്ലാ തരത്തിലും. അപ്പൊ നമുക്ക് ഒരു ശത്രുവുണ്ട്. സാത്താൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശത്രു എന്നാണ്. ആ ശത്രുവിന് അവന് നമ്മുടെ പ്ലാനുകൾ വെളിപ്പെടുത്തി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പദ്ധതിക്ക് വേണ്ടി, ദൈവത്തിന്റെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളെയും പരാജയപ്പെടുത്താൻ വേണ്ടി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമ്മൾ യുദ്ധം ചെയ്യുന്നത് മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല,
ഈ ലോകത്തിലെ അന്ധകാര ശക്തികൾക്കും ഉപരിതലത്തിലെ എനിക്ക് തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ്. ഈ സ്വർഗീയ ഇടം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ ഹൃദയമാണ്. സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്ക് എതിരായിട്ടാണ്. അപ്പൊ നന്മ വരുന്നത് എവിടെ നിന്നാണ്? പരസംഗം, ദുർവിചാരം, അശുദ്ധി, ഇതൊക്കെ വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു സ്വർഗം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ അശുദ്ധമായ ചിന്തകൾ വരുത്തുന്ന മറ്റൊരു സംഭവം കൂടി ഉണ്ട്. അപ്പൊ ഇതിനെ രണ്ടിനെ നമ്മൾ അവെയർ ആയിരിക്കും. അപ്പൊ ഈ ബ്ലൂ പ്രിന്റിനെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു ദൈവത്തിന്റെ നമ്മളെ കുറിച്ചുള്ള ആ ഒരു പദ്ധതിയെ. അപ്പൊ ഇതൊന്ന് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം വളരെ ഇന്റൻസിഫൈ ആയിട്ട് 30,000-ഓളം വരുന്ന ചോദ്യോത്തരങ്ങൾ നടക്കുന്ന ഒരു വലിയ ഘോഷയാത്ര പോലെ നമ്മുടെ തലച്ചോറ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചിന്താ പ്രവാഹത്തെ തടഞ്ഞ് കൃത്യമായി അതിനെ അണകെട്ടി നമ്മൾ ഒരു ഡാം കെട്ടി നമ്മുടെ ചിന്തകളെല്ലാം ഫോക്കസ് ചെയ്ത് ട്യൂൺ ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത് ദൈവിക പദ്ധതിയിലേക്ക് നമ്മൾ എത്തുകയാണ്. ദൈവിക മണ്ഡലത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ദൈവിക പ്രചോദനങ്ങളെ ക്രിയാത്മകമായി ഉള്ളിൽ നിന്ന് വരുന്ന കുഞ്ഞു പ്രചോദനങ്ങളെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഒരു ചെക്ക് പോയിന്റ് ആണ്. ചെറിയ ഞാൻ ഏത് ഡ്രസ്സ് എടുത്തിടണം, ഞാൻ ഏത് ചെരുപ്പിടണം, ഞാൻ ഏത് കോടെടുത്ത് കെട്ടണം, ഞാൻ വെള്ളം കുടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആ എല്ലാ മേഖലകളിലും നമ്മളൊന്ന് കൺസൾട്ട് ചെയ്തിട്ട്, ഒന്ന് ചോദിച്ചിട്ട് നമ്മളൊരു അന്വേഷണം നടത്തിയതിനു ശേഷം ചെയ്യുന്നു. സോ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇവിടെ കള വളർന്നുകൊണ്ടിരിക്കും. ഞാനിവിടെ ഈ റൂമെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കിയിട്ട് പോയി. 24 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ MSc-യുടെ CTP കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് റൂം മുഴുവൻ ചുക്കിലിയും പൊടിയായിട്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതിനകത്ത് ഒരു ഇൻവോൾവ്മെന്റ് നടത്തിയിട്ടില്ല. എന്നിട്ടും ഇത് ഡേർട്ടാവും. വെറുതെ ഇട്ടാൽ മതി, ഡേർട്ടാവും. നമ്മുടെയൊക്കെ പള്ളികൾ അടച്ചിട്ട് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞ ശേഷം വന്നപ്പോൾ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മുടെ പള്ളികളുടെ അവസ്ഥ എന്തായിരുന്നു? ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് ഡേർട്ടാവും. ചുമ്മാ കള വളർന്നോളൂ. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും പുല്ലും കളയും കാടും പള്ളയും സർവ്വസാധനവും വളർന്നോളും. അതിന് വളവും വേണ്ട, വെള്ളവും വേണ്ട, പരിചരണവും വേണ്ട, ഒന്നും വേണ്ട. അത് തന്നെ വളർന്നോളും. ഇറ്റ് ഹാപ്പൻസ്. പക്ഷേ അത് നീറ്റായിട്ട് വെക്കണമെങ്കിൽ ഇവിടെ നമ്മുടെ ഞങ്ങളുടെ കങ്കനാടി പള്ളി അടിച്ചു വാടാൻ വേണ്ടി എന്നും ഒരു അക്ക വരുന്നുണ്ട്. അക്ക എന്നും അടിച്ചു വാരുന്നോണ്ടാണ് അത് ക്ലീൻ ആയിട്ടിരിക്കുന്നത്. അതിന് നമ്മൾ നിരന്തരമായ ശ്രദ്ധ വേണം. ഈ റബ്ബർ തൈ ഒക്കെ നടന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ വീട്ടില് അച്ചാച്ച റബ്ബർ തൈ നട്ടിട്ട് അതിന് പുറകെ നിൽക്കണം. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പോലെ ഇതിനെ നോക്കണം, പ്രത്യേകിച്ച് ഇതിന്റെ തുടക്ക ദിവസങ്ങളിൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തൈച്ചെടിയൊക്കെ നട്ടു കഴിഞ്ഞാൽ നമ്മൾ അത്രമേൽ ശ്രദ്ധ വേണം. വെയിലൊക്കെ വരുമ്പോൾ അതിന് ചുറ്റിനും ഈ ഓല മെടഞ്ഞ് അത് മറയൊക്കെ കൊടുത്തെങ്കിലേ ഈ തയ്യം കയറി വരുള്ളൂ. പക്ഷെ ഒന്ന് വളർന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പൊ നമ്മുടെ 7 പുണ്യങ്ങളെ നമ്മൾ ഇനി ഗ്രൂപ്പൊക്കെ തിരിക്കും. 7 ഗ്രൂപ്പുകൾക്ക് 7 കൂതാശകൾ കിട്ടും, 7 പുണ്യങ്ങൾ കിട്ടും, 7 കളറുകൾ കിട്ടും. അങ്ങനെ നമ്മൾ ഈ കാലഘട്ടത്തിൽ തന്നെ ഈ വിബ്ജിയോർ എന്ന് പറഞ്ഞ കളറിനെ ഇപ്പൊ ഒരു ടീം ഇങ്ങനെ അടിച്ചു മാറ്റിയേക്കുവാണ്. അതിനെ വേറെ തന്നെ ഒരു ഇതാക്കി മാറ്റിക്കൊണ്ടിരിക്കുക, ബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെതിരായിട്ട് അത് ദൈവം വെച്ച, ഞാൻ ഓർക്കുകയാണ്, നോഹയിലൂടെ ആ വലിയ ഒരു തമ്പുരാന്റെ എന്താണത്, ഒരു കവനന്റ് ആയിരുന്നു. നോഹയുമായി ചെയ്ത കവനന്റ്, വെള്ളപ്പൊക്കത്തിലൂടെ ഈ ലോകത്തെ മുഴുവനായി ഞാൻ നശിപ്പിക്കില്ല എന്നുള്ള ആ കവനന്റിന്റെ സിമ്പലിനെയാണ് ഇപ്പോൾ എല്ലായിടത്തും ഈ സ്ട്രക്ചറലൈസ് നടക്കുവാണ്, ഡീകൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അതൊക്കെ ഫിലോസഫിയിലുള്ള വലിയ വലിയ കൺസെപ്റ്റുകളൊക്കെയാണ്. അവിടെ ദൈവികമായ എല്ലാ കാര്യത്തെ, കുരിശിനെ അപമാനിക്കുക, കുരിശ് ഇട്ടുകൊണ്ട് വില്ലന്മാർക്ക് കുരിശ് കൊടുക്കുക, പോണോഗ്രഫി ആക്ടേഴ്സിന് കുരിശ് കൊടുക്കുക. അപ്പൊ നമ്മൾ ദൈവിക സിമ്പലുകളെ എല്ലാം ഡീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പൊ അത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ദൈവിക ചിന്തയ്ക്ക് പകരം, നിങ്ങൾ NLP ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ആങ്കറാണ്, നമ്മുടെ ഒരു ശക്തി കേന്ദ്രമാണ് ഈ കുരിശ് എന്ന് പറയുന്നത്. ഇതിനെ അശുദ്ധിയുടെ ഒരു സിമ്പലായിട്ട് അതിനോട് ചേർത്തിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേന് ഇത് നമുക്ക് കിട്ടുന്ന ആ ഒരു ദൈവിക സിദ്ധി അല്ലെങ്കിൽ ഇതിനെ എല്ലാം നശിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ അറിയാതെ നമ്മുടെ തലച്ചോറിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന അത്തരം സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ തിരികെ നടക്കണമെന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കുറേയും കൂടെ കൃത്യതയോടെ നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മാധ്യമ പെയ്ത്തിൽ നിന്ന്, ഈ മീഡിയ റിലേഷനിൽ നിന്ന്
ഒരു കുടയ്ക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റൂല എന്നാണ് ഇപ്പൊ ഇന്ന് കാര്യങ്ങൾ നടന്നുകൊണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ഓരോ കാലഘട്ടത്തിലും 1983-4 ഘട്ടങ്ങളാണല്ലോ നമ്മുടെ ഇവിടെ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം വരികയും വലിയ വിപ്ലവങ്ങളുണ്ടായി. എത്രയോ യുവജനങ്ങളെ, ഞാൻ അടക്കമുള്ള 84 ജനിച്ചവനാണ്. ഞാൻ ജീസസ് യൂത്തിലേക്ക് എത്തുന്നതും അല്ലെങ്കിൽ ജീസസ് യൂത്ത് ധ്യാനത്തിലൂടെയാണ് എന്നിലൊരു മാനസാന്തരം ഉണ്ടാവുന്നതും ഞാൻ ഒരു കപ്പൂച്ചിൻ വൈദികനായിട്ട് നിലനിൽക്കുന്നതും. അപ്പോൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം പ്രവാചകന്മാരെ അയക്കാറുണ്ട്, മൂവ്മെന്റുകളെ അയക്കാറുണ്ട്. അതിലൂടെ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു അവശിഷ്ട വിഭാഗത്തിൽ ഏത് കാലഘട്ടത്തിലും ദൈവം നോഹയുടെ പെട്ടകത്തിൽ എന്നതുപോലെ മാറ്റി നിർത്തുന്നുണ്ട്. അതിലേക്കാണ് നമ്മളെ ദൈവം വിളിക്കുന്നത്. സോ പ്രിയപ്പെട്ടവരെ, ഈ ബ്ലൂ പ്രിന്റ്, ഈ ഒരു ചിന്ത, ഈ ഒരു നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാലിന്യം കൂടിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു എന്താണ്, ഒരു തോടായിട്ട് മാറരുത്. നമ്മളൊരു അരുവിയായിട്ട് മാറണം. ഉറവ ജലം, ശുദ്ധജലം ഒഴുകുന്ന ഒരു ക്ലീൻ പൈപ്പായിട്ട് മാറണം. അതിലൂടെ ശുദ്ധജലം മാത്രമേ ഒഴുകൂ. നമ്മൾ അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ ഓടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഉറപ്പായിട്ട് അതിലൂടെ മാലിന്യം ഒഴുകും. നമ്മളൊരു ശുദ്ധജലം ഒഴുകുന്ന ഒരു പൈപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതിലൂടെ ശുദ്ധജലം ഒഴുകും. നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഹോട്ട് വാട്ടർ ഒഴുകാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പൈപ്പ് ഇടും അല്ലേ? പിന്നെ അതിനകത്തൂടെ ഹോട്ട് വാട്ടർ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈ ഒരു ശ്വാസന പ്രോഗ്രാമിലൂടെ ഹോട്ട് വാട്ടർ ഒഴുകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് ഉണ്ടാക്കാൻ പോവാണ്, പൈപ്പ് ലൈൻ ഇടാൻ പോവാണ്. അല്ലെങ്കിൽ ശുദ്ധജലം ഒഴുകുന്ന പൈപ്പ് ലൈൻ ഇടാൻ പോവാണ്. പരിശുദ്ധാത്മാവിന് ഒഴുകുന്ന ഒരു ചാലകമായി നമ്മൾ മാറുകയാണ്. പരിശുദ്ധാത്മാവിന് ഒഴുകാൻ പറ്റുന്ന ഒരു പൈപ്പായിട്ട് നമ്മളൊരു രൂപാന്തരപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു മാറ്റം ഇതുവരെ പതിയെ സംഭവിക്കില്ല. ഇതൊരു പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ പോലെയാണ്. നമ്മളൊരു മെറ്റാമോർഫോസിസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. നമുക്കൊരു ബട്ടർഫ്ലൈ ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? ഒരു ലോറിയിൽ ഒരു 10, 100, 1000 ബട്ടർഫ്ലൈനെ കയറ്റിയിട്ട് നമ്മുടെ അവിടെ കൊണ്ടുവന്ന് വിട്ട ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എങ്ങനെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാക്കാൻ പറ്റുക? എപ്പോഴും നനവുള്ള, നന്നായി വെളിച്ചം കിട്ടുന്ന, ബട്ടർഫ്ലൈനെ ആകർഷിക്കുന്ന തേൻ ഉള്ള പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ അവിടെ നട്ടുപിടിപ്പിക്കണം. തെച്ചിയും മന്ദാരവും കൃഷ്ണകുടിയും അങ്ങനെയുള്ള നട്ടുപിടിപ്പിച്ച് കഴിയുമ്പോൾ ബട്ടർഫ്ലൈസ് തന്നെ അങ്ങോട്ട് വരും. അല്ല ബട്ടർഫ്ലൈനസിനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടു വിട്ട് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈസ് അവിടെ നിൽക്കൂല. അതിന് പറ്റിയ പരിസരങ്ങളിലേക്ക് പോകും. അപ്പൊ നമ്മളൊരു ബട്ടർഫ്ലൈ ഗാർഡൻ, നിരന്തരം നമുക്ക് ബട്ടർഫ്ലൈനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാകണം. നമ്മൾ പുഴുവിൽ നിന്നൊരു പൂമ്പാറ്റയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയിൽ നമ്മൾ ആയിരിക്കുകയാണ്. സോ അതിനുവേണ്ടി നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ നിങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ്. നമ്മൾ 1/3 ഭാഗം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. 1/3 ഭാഗം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. 100 ദിവസത്തിൽ 17 ദിവസം പിന്നിട്ടവരുണ്ട്. വോളണ്ടിയേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞവര്. അല്ലാതെ ഈ ഒരു യാത്രയിൽ 7-ാം ദിവസം കഴിയുമ്പോൾ വെറും 1% ആൾക്കാരാണ് സ്വന്തമായ സ്വപ്നങ്ങളുമായിട്ട് രാവിലെ എഴുന്നേൽക്കുകയും അതിനു വേണ്ടിയിട്ട് ഉത്സാഹത്തോടെ അധ്വാനിക്കുകയും ചെയ്യുന്നത്. ആൻഡ് യു ആർ ബിക്കം ഇൻ ദാറ്റ് 1%. ഈ ലോകത്തിലുള്ള 1% ആളുകൾ ദൈവത്തിന്റെ സ്വപ്നങ്ങളെ കണ്ടെത്തി, ദൈവത്തിന്റെ സ്വപ്നങ്ങൾ കണ്ടെത്തുന്നവർ അതിലും കുറവായിരിക്കും. സ്വപ്നം കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് ഉള്ള ആ 1% നിങ്ങളായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള യാത്ര അത്ര എളുപ്പമായിരിക്കില്ല, കഠിനമായിരിക്കും. ഒരുപാട് പരീക്ഷണങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവിടെയൊക്കെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് സഹായകനെ കൂട്ടുപിടിക്കുക, മുന്നോട്ട് പോവുക. 1-2 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്. നാളെ 7 ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 8-ാം ദിവസം നമ്മുടെ ഗ്രൂപ്പ് മീറ്റിംഗ് വിളിക്കുന്ന ദിവസമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും 7 ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പിൽ ഒരു ആനിമേറ്റർ ഉണ്ടാവും, ജോസാറിനെ പോലെ, വിൽസൺ ചേട്ടനെ പോലെയൊക്കെയുള്ള, അഗസ്റ്റിൻ ചേട്ടനെ പോലെയുള്ളവര്. അതുപോലെ തന്നെ ഒരു ലീഡറും ഒരു അസിസ്റ്റന്റ് ലീഡറും ഉണ്ടാവും. അതുപോലെ നമ്മൾ മെമ്പേഴ്സും ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നിച്ച് ഇരുന്ന് ഗ്രൂപ്പ് മീറ്റിംഗിൽ പ്രാർത്ഥിക്കണം. ഒരാഴ്ച കിട്ടിയ നിങ്ങളുടെ ചില അനുഭവങ്ങൾ പങ്കുവെക്കണം. ആ മീറ്റിംഗ് ലീഡർ അതിന്റെ ലിങ്ക് ഇട്ട് നാളെ വരുന്നതിന് മുമ്പ്, നാളെ പകൽ എപ്പോഴേലും ഒരു സമയത്ത് എല്ലാവർക്കും പറ്റുന്ന ഒരു സമയം നോക്കിയിട്ട് വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം.
നമ്മൾ ഒരു 7 പേര് 8 പേരൊക്കെ ഉള്ളൂ. അതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ വാട്സപ്പ് കോൾ ചെയ്താൽ മതിയായിരിക്കും. വീഡിയോ കോളോ ഓഡിയോ കോളോ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വീഡിയോ കോൾ ചെയ്യുന്നതാണ് നല്ലത്, പരസ്പരം ഒന്ന് പരിചയപ്പെടാനും. അപ്പോൾ നാളെ കൂടുമ്പോൾ ഒന്ന് പരിചയപ്പെടുക, നിങ്ങൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എഴുതി വെച്ച ഗോളുകൾ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഇനിയും എഴുതിയിട്ടില്ലെങ്കിൽ നാളെയാണ് ലാസ്റ്റ് ചാൻസ്. അങ്ങനെ നിങ്ങൾ എഴുതുന്നില്ലെങ്കിൽ പിന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ വലിയ അർത്ഥമില്ല. ഒരു 5 എണ്ണമെങ്കിലും എഴുതുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമുക്ക് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് കൊതിയോടെ അത് എഴുതി വെക്കണം. പിന്നെ നിങ്ങൾക്കുണ്ടായ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത സമയത്തുണ്ടായ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാം, ദൈവികമായ ചില കിട്ടിയ ബോധ്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ, നിങ്ങളുടെ റൂം റീഅറേഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ ഒരു പ്രയർ സ്പേസ് അറേഞ്ച് ചെയ്തത്, നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ള ചില അനുഭവങ്ങൾ, ഇതൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക. നാളത്തെ ദിവസം നമ്മുടെ ഈവനിങ് സെഷൻ ഇത്തിരി ലോങ് ആയിരിക്കും. അത് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഏറ്റവും നല്ല ഒരു ഷെയറിങ് നമ്മൾ കോമൺ ആയിട്ട് പങ്കുവെക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ഒരു 1 hour നീളുന്ന ഒരു ഗ്യാതറിംഗ് ആണ്. 8:30 തൊട്ട് 9:30 വരെയുള്ള ഒരു സമയമാണ് നാളെ നമ്മൾ ഉണ്ടായിരിക്കുക. അപ്പൊ അതില് പരമാവധി അംഗങ്ങൾ ഒരു തവണയെങ്കിലും വന്നവർ പോലും കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഗ്രൂപ്പ് അംഗങ്ങൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സോ നമുക്ക് നാളെ കാണാം. നമുക്ക് നാളെ കുറച്ചുകൂടി പങ്കുവെക്കാം. ഒരു 15 minutes 10 minutes ഞാൻ നാളെ രാവിലെ പറഞ്ഞ ഇന്ന കാര്യം ഒന്നുകൂടെ ഇത് ചെയ്യും. നാളത്തെ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ഓഫ് എൻട്രോഫി എന്ന് പറയുന്ന ഒരു തിയറിയാണ് നമ്മൾ പറയുക. ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു ടൂള് അല്ലെങ്കിൽ ഒരു തിയറിയാണ് നാളെ പഠിപ്പിക്കുക രാവിലെ. അപ്പോൾ അത് വൈകുന്നേരം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷമായിരിക്കും നമ്മൾ മീറ്റിംഗിലേക്ക് കടക്കുക. സോ എനിത്തിങ് യു വാണ്ട് ടു ആസ്ക്, എനി ക്വസ്റ്റ്യൻ, ഏതെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? സമയത്തിലൊക്കെ ഓക്കെ ആണോ? 8:30 to 9 o'clock. ഈ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? ഇന്ന് തന്നെ ഗ്രൂപ്പ് ലീഡേഴ്സ് ഫോം ചെയ്യണം. ലീഡേഴ്സ് ചെയ്യും, ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലപ്പം പുതിയതായിട്ട് വന്നവരൊന്നും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഫെനീനുണ്ടോ? ഹലോ ഫെനീന. പോൾ സാറിന്റെ ഗ്രൂപ്പിലേക്ക് വേറെ ആരെങ്കിലും ഒക്കെ ഒന്ന് ആഡ് ചെയ്യേണ്ടി വരുമായിരിക്കും. സാറ് ഇപ്പൊ കയറാൻ പറ്റുന്നില്ലല്ലോ. ഗ്രൂപ്പിന്റെ ലിസ്റ്റ് ഒന്നുകൂടെ ഇടേണ്ടി വരും. അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല. നാളെ വൈകുന്നേരത്തിന്റെ ഉള്ളില് ഗ്രൂപ്പ് മീറ്റിംഗ് കൂടണം. അപ്പൊ അതിന്റെ സമയം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു സമയം എന്നുള്ളതാണ്. നമുക്കൊരു പറ്റുവാണെങ്കിൽ ഒരു 7:30 എന്ന് പറഞ്ഞ ഒരു സമയം വെക്കുവാണെങ്കിൽ ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ 7 മണി വൈകുന്നേരം കോർ ടീം മീറ്റിംഗ് ഉണ്ട്. സമയം ഒന്ന് പറയുന്നല്ല, അതനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാൻ. അങ്ങനെയാണെങ്കിൽ 8 മണി എന്ന് വെച്ചാലോ? 8 മുതല് വൈകുന്നേരം അല്ലേ, രാവിലെയോ? അല്ല, വൈകിട്ട്. നമ്മൾ 8:30ക്കാണ് മീറ്റിംഗ്. അതിന് തൊട്ട് മുമ്പ് ഭയങ്കര കണ്ടിന്യൂസ് 8 മുതൽ 8 വരെ ഗ്രൂപ്പ് മീറ്റിംഗ്. ഞാൻ പറഞ്ഞ 7 മണി തൊട്ട് 8:30 വരെയുള്ള ഒരു സമയത്തിൽ ആ ഗ്രൂപ്പിന് കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത് കൂടുക എന്നുള്ളതായിരിക്കും നല്ലത്. ഓരോരുത്തരുടെയും കുടുംബ പ്രാർത്ഥനയും ഒക്കെ ഉള്ളത് വെച്ചിട്ട് ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേരും ഫോൺ നമ്പറും കിട്ടുന്നുണ്ട്. അത് ചെയ്യാം. അങ്ങനെ വെച്ചാൽ നാളെ പകല് ആ ഗ്രൂപ്പ് ഇട്ടിട്ട് കൂടുതൽ സമയം കൂടി ഒന്ന് അതിനുള്ളിൽ പറയുകയാണെങ്കിൽ ഇന്ന് തന്നെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛാ. ഓക്കെ.